അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. അറബി പഠന പരിശീലന ക്ലാസ്സിൻ്റെ ഇന്നത്തെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, വളരെ ചെറിയ ഈ വീഡിയോയും എല്ലാ പ്രിയ സുഹൃത്തുക്കളും ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുമല്ലോ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിന്ന് സമിഅ എന്ന ഈ ക്രിയാപദവും ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില അനുബന്ധ പ്രയോഗങ്ങളും അർത്ഥസഹിതം ലളിതമായിട്ട് നമുക്ക് പഠിക്കുവാൻ ശ്രമിക്കാം. അറബി ഭാഷ വായിച്ച് പരിചയമില്ലാത്തവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും അറബി ഭാഷ വലതു ഭാഗത്തു നിന്നും ഇടതുഭാഗത്തേക്കായിരിക്കും വായിക്കുന്നത്. അതുകൊണ്ടാണ് സമിഅ എന്ന് ഞാൻ ആദ്യം വായിക്കുന്നത്. സമിഅ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ കേട്ടു. സമിഅ, അവൻ ഒരു പുരുഷൻ കേട്ടു. ഇതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് സമിഅത്ത്. സമിഅത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ കേട്ടു. സമിഅ, അവൻ ഒരു പുരുഷൻ കേട്ടു. സമിഅത്ത്, അവൾ ഒരു സ്ത്രീ കേട്ടു. അവൻ ഒരു പുരുഷൻ കേട്ടു എന്നതിന് സമിഅ എന്നും അവൾ ഒരു സ്ത്രീ കേട്ടു എന്നതിന് സമിഅത്ത് എന്നുമാണ് പറയേണ്ടത്. സമിഅത്ത് എന്നുള്ളത് മാളിയാണ്, അഥവാ ഭൂതകാല ക്രിയയാണ്. ഇതിൻ്റെ മുളാരിഅ്, മുസ്തഖ്ബില് അഥവാ ഭാവികാലവും വർത്തമാനകാലവും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സമിഅ എന്ന ഈ ക്രിയാപദവും ഫഇല എന്ന വസൻ അനുസരിച്ചാണ്, അഥവാ സ്കെയിൽ അനുസരിച്ചാണ് പ്രയോഗിക്കപ്പെടുന്നത്. യസ്മഉ, തസ്മഉ. യസ്മഉ, അവൻ ഒരു പുരുഷൻ കേൾക്കും. തസ്മഉ, അവൾ ഒരു സ്ത്രീ കേൾക്കും. ഈ രൂപത്തിലാണ് ഇതിൻ്റെ വർത്തമാനകാല ക്രിയയും ഭാവികാല ക്രിയയും വരുന്നത്. യസ്മഉ, അവൻ ഒരു പുരുഷൻ കേൾക്കും. തസ്മഉ, അവൾ ഒരു സ്ത്രീ കേൾക്കും. അവൻ ഒരു പുരുഷൻ കേൾക്കും എന്നതിന് യസ്മഉ എന്നും അവൾ ഒരു സ്ത്രീ കേൾക്കും എന്നതിന് തസ്മഉ എന്നും. യസ്മഉ, തസ്മഉ. അവൻ ഒരു പുരുഷൻ കേൾക്കും, അവൾ ഒരു സ്ത്രീ കേൾക്കും. അവൻ കേൾക്കും, അവൾ കേൾക്കും എന്ന് നമ്മൾ പറയുവാൻ പഠിച്ചതുപോലെ അവൻ കേൾക്കുകയില്ല അല്ലെങ്കിൽ അവൾ കേൾക്കുകയില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഇതും വളരെ എളുപ്പമാണ്. യസ്മഉ എന്ന പദത്തിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഒരക്ഷരം കൂട്ടിക്കൊടുക്കുക. ലാ യസ്മഉ, ലാ യസ്മഉ. അവൻ ഒരു പുരുഷൻ കേൾക്കുകയില്ല, അവൾ ഒരു സ്ത്രീ കേൾക്കുകയില്ല എന്ന് പറയുവാൻ ലാ തസ്മഉ, ലാ തസ്മഉ. ലാ യസ്മഉ, അവൻ ഒരു പുരുഷൻ കേൾക്കുകയില്ല. ലാ തസ്മഉ, അവൾ ഒരു സ്ത്രീ കേൾക്കുകയില്ല. അവനൊരു പുരുഷൻ കേൾക്കുകയില്ല എന്നതിന് ലാ യസ്മഉ, അവൾ ഒരു സ്ത്രീ കേൾക്കുകയില്ല എന്നതിന് ലാ തസ്മഉ. അവൻ കേൾക്കുകയില്ല എന്ന ഭാവി കാലത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ലാ യസ്മഉ എന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. നമുക്കിനി നിഷേധക്രിയയായിട്ട് എങ്ങനെ പറയും അവൻ കേട്ടിട്ടില്ല എന്ന് നമുക്ക് നോക്കാം. ഈ സംഗതിയും വളരെ എളുപ്പമാണ്. ലാ വച്ചിരുന്ന സ്ഥാനത്ത് ലം നമ്മൾ വെച്ചു കൊടുക്കുന്നു. അവസാനത്തിലുള്ള ഉച്ചാരണത്തിലും ചെറിയൊരു വ്യത്യാസം. ലം യസ്മഉ, ലം യസ്മഉ. അവൻ ഒരു പുരുഷൻ കേട്ടിട്ടില്ല. ലം യസ്മഉ, അവൻ ഒരു പുരുഷൻ കേട്ടിട്ടില്ല. ലം തസ്മഉ, അവൾ ഒരു സ്ത്രീ കേട്ടിട്ടില്ല. ലം തസ്മഉ, അവൾ ഒരു സ്ത്രീ കേട്ടിട്ടില്ല. അവൻ ഒരു പുരുഷൻ കേട്ടിട്ടില്ല എന്നുള്ളതിന് ലം യസ്മഉ, അവൾ ഒരു സ്ത്രീ കേട്ടിട്ടില്ല എന്നതിനോ ലം തസ്മഉ. ഇത്ര മാത്രമേ ഉള്ളൂ. ലം യസ്മഉ, ലം തസ്മഉ. അവൻ ഒരു പുരുഷൻ കേട്ടിട്ടില്ല, അവൾ ഒരു സ്ത്രീ കേട്ടിട്ടില്ല. നിഷേധിച്ചുകൊണ്ട് പറയുകയാണ്. ലം യസ്മഉ, അവൻ ഒരു പുരുഷൻ കേട്ടിട്ടില്ല. ലം തസ്മഉ, അവൾ ഒരു സ്ത്രീ കേട്ടിട്ടില്ല. നമുക്കിനി ഇതിൻ്റെ കൽപ്പനാക്രിയ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അതേ ശൈലിയിൽ തന്നെയാണ്. ഇസ്മഉ, ഇസ്മഉ. നീ ഒരു പുരുഷൻ കേൾക്കുക, കൽപ്പിക്കുകയാണ്. ഇസ്മഉ, നീ ഒരു പുരുഷൻ കേൾക്കുക. നമ്മൾ ഒരു സ്ത്രീയോടാണ് ഇങ്ങനെ പറയുന്നതെങ്കിലോ ഇസ്മഈ, നീ ഒരു സ്ത്രീ കേൾക്കുക. ഇസ്മഈ, നീ ഒരു സ്ത്രീ കേൾക്കുക. ഇസ്മഉ, നീ ഒരു പുരുഷൻ കേൾക്കുക. ഇസ്മഈ, നീ ഒരു സ്ത്രീ കേൾക്കുക. നീ ഒരു പുരുഷൻ കേൾക്കുക എന്നുള്ളതിന് ഇസ്മഉ, നീ ഒരു സ്ത്രീ കേൾക്കുക എന്നുള്ളതിനോ ഇസ്മഈ.
നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് അറബിയിൽ പറയുന്ന പദമാണ് സാമിഅ്. സാമിഅ് കേൾക്കുന്നവൻ. കേൾക്കുന്നവൾക്ക് എന്താ പറയുന്നത്? സാമിഅത്തുൻ. സാമിഅത്തുൻ. സാമിഅ് കേൾക്കുന്നവൻ. സാമിഅത്തുൻ കേൾക്കുന്നവൾ. സാമിഅ് സാമിഅ എന്ന് ഉച്ചരിച്ചാൽ മതിയാകുന്നതാണ്. സാമിഉൻ സാമിഅ കേൾക്കുന്നവൻ കേൾക്കുന്നവൾ. മിക്കവാറും നമ്മളിൽ പലരും മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ. ഇതിന് അറബിയിൽ പറയുന്ന പദമാണ് സമ്മാഅ. സമ്മാഅ. സമിഅ എന്ന ഈ പദത്തിൽ നിന്നുമാണ് സമ്മാഅ ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ എന്ന ഈ പദവും ഉണ്ടായതെന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരിക്കൽ കൂടി താങ്ക്സ്, നന്ദി.